നമസ്കാരം, വിനോദ് കുമാർ വേട്ടാടി. വെൽക്കം ടു IELTS റീഡിംഗ് ക്ലാസ്. IELTS റീഡിംഗിൽ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് സിസ്റ്റം റീഡിംഗിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ IELTS ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്പർ ഓഫ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളൊരു 50 or 60 റീഡിംഗ് സെഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്രയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ റീഡിംഗിൽ നല്ലൊരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. പലപ്പോഴും പല ആൾക്കാർ ചോദിക്കുന്നതാണ്, 10-15 റീഡിംഗ് ചെയ്തതിന് ശേഷം സർ എനിക്ക് റീഡിംഗിൽ സ്കോർ 5.5 ബാൻഡ് അല്ലെങ്കിൽ 6 ബാൻഡിന്റെ അടുത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ചെയ്യുന്നതിൽ 40-ന് 22-ഓ 25-ഓ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ മാത്രമേ കറക്റ്റായിട്ട് പറ്റുന്നുള്ളൂ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് ഇൻഹറന്റ് ആയിട്ടുള്ള റീഡിംഗ് എബിലിറ്റി ഇല്ല, നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതാണ്. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് റീഡിംഗ് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഒരുപാട് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ നമ്മൾക്ക് ചുളുവിന് ഒരു 10-15-20 റീഡിംഗ് വായിച്ചിട്ട് നമ്മൾക്ക് പെട്ടെന്ന് റീഡിങ്ങിനെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ റിയാലിറ്റിയാണ്. റിയാലിറ്റിനെ മറച്ചു വെച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, പെർട്ടിക്കുലർലി ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഹെഡിംഗ് ക്വസ്റ്റ്യൻസ്, ഇത്തരം ചോദ്യങ്ങളൊക്കെ വളരെ ഫോക്കസോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു 40 ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്യുന്ന ചോദ്യങ്ങളായിട്ടുള്ള മാച്ച് ദ ഹെഡിങ്ങും അതുപോലെ ട്രൂ ഓർ ഫോൾസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു IELTS സ്കോർ നന്നായിട്ട്, റീഡിംഗിലെ സ്കോർ നന്നായി ഉയർത്താൻ വേണ്ടിയിട്ട്. We have a lot of other tips and strategies in the offering. We'll be explaining in the next video. Thank you very much.